കാര്യം കൂടെ എനിക്ക് നിങ്ങൾ വീഡിയോ എടുത്ത് പറയാം. 1,40,000 രൂപയുടെ ഒരു കണക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കാനും ഇല്ല തരാനും ഇല്ല. കുറച്ച് കടമൊക്കെ ഒന്നുണ്ടോ? അനുമോൾക്ക് ഒരു 1,40,000 രൂപ പൈസ ഒരാളുണ്ട്, ഞാൻ ഉണ്ടായിട്ട് കൊടുത്തു. ഓൻ ചോദിച്ചല്ല, ഓനെന്നെ ബുദ്ധിമുട്ടിച്ച് വാങ്ങിച്ചല്ല. ഞാൻ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. ഞാൻ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവനോടുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. അല്ലാതെ അവൻ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് വാങ്ങിയതൊന്നല്ല പൈസ, അല്ലെങ്കിൽ അവൻ എന്നെ പറ്റിച്ച് പൈസ വാങ്ങിയതല്ല എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷിയാസിൻ്റെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഷിയാസിൻ്റെ വീഡിയോ ഇട്ടപ്പം കുറേ വോയിസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടായിരുന്നു. ഷിയാസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നമുക്ക് ചർച്ചയായിട്ട് എടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഷിയാസിൻ്റെ ആ ഒരു ഒളിഞ്ഞിരിക്കുന്ന അജ്ഞാത അവരുടെ ഫോട്ടോസ് ഇതിപ്പോൾ വന്നിട്ടുണ്ട്, ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എടുത്തിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പം നമുക്കതങ്ങനെ എടുത്തിടാനൊന്നും പറ്റത്തില്ല. അവരുടെ വോയിസ് ആണെന്നും പറഞ്ഞിട്ട് പുറത്തൊരു വോയിസും വന്നിട്ടുണ്ട്. അതും അവർ തന്നെയാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അവരുടെ ആണെന്നും പറഞ്ഞ് ഇൻസ്റ്റയിൽ ഒരാൾ ഇട്ടേക്കുന്നതാണ്. അവരുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നൊരു വോയിസിലും അവരുടെ മുഖം നല്ലപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് മുഖം കാണിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം വരണ്ട എന്നോർത്താണ്. ഇപ്പോൾ ഷിയാസ് ഇപ്പോൾ ഒളിവിലാതും ഒക്കെ പറയുന്നുണ്ട്. ഇനി കണ്ടോ പിടിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഒളിവിലാന്നാണ് പറയുന്നത്. അപ്പം അനിമോൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അനിമോടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വന്നായിരുന്നു. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ വോയിസ് ഒന്ന് കേൾക്കാം കേട്ടോ. ഈ വോയിസിനകത്ത് കിടന്നങ്ങ് പുള്ളി അങ്ങ് വയലൻ്റ് ആവുകയാണ് കേട്ടോ. ഈ ഒരു ഷിയാസിനെതിരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞു. ഈ ഷിയാസിനെതിരെയുള്ള കാര്യങ്ങൾ ആരും സ്വന്തമായിട്ട് ഈ വീഡിയോ ന്യൂസ് ചാനലുകാരോ അല്ലെങ്കിൽ വീഡിയോ ഇടുന്നവരോ ആരും സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. ഷിയാസിൻ്റെ വോയിസ് തന്നെ പുറത്ത് വന്നതാണ്. അത് ആരിട്ടതാണ്? ഒരിക്കലും അവരിടാതെ അത് പുറത്ത് വരത്തില്ലല്ലോ. ഷിയാസ് തന്നെയാണ് ഈ വോയിസ് പുറത്തിടുകയല്ല, അവരിട്ടത് തന്നെയായിരിക്കും ഈ വോയിസൊക്കെ. അവരുടെ വോയിസ് കട്ട് ചെയ്ത് വെച്ച് ഷിയാസിൻ്റെ വോയിസ് അവർ തന്നെയാണ് ഇട്ടത്. ഇപ്പോൾ അതിനൊരു വെളുപ്പിക്കലുമായിട്ട് വന്നിട്ടുണ്ട്. എന്നാണെങ്കിലും നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. കേട്ട് നോക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് കാര്യങ്ങളോട് പറഞ്ഞു പോകാം. അപ്പം മുഖം ഒന്നും കാണാത്ത രീതിയിലാണ് ഇട്ടേക്കുന്നത്. കാര്യം വള്ളിക്കേസിട്ടൊന്നും പിടിച്ച് നോക്കട്ടെ, എന്നെ കൊണ്ട് പോയി എന്നേ, അതുകൊണ്ടാണ്. ഷിയാസ് കരീമിനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി കൊടുത്തതിനെ തുടർന്ന് മാധ്യമങ്ങളുടെ കുട്ടിയാഘോഷവും പിന്നെ അതേപോലെ സംഖ്യകളുടെ ആഘോഷവും എല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പൊ ആ പരാതി കൊടുത്തിട്ടുള്ള ആ ഒരു ലേഡിയുടെ വോയിസ് ഔട്ട് ആയിരിക്കുകയാണ്. ഇനി വോയിസ് കേട്ടിട്ട് നിങ്ങൾ തിരുത്തി പറയോ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഷിയാസ് കരീം അങ്ങനെ എല്ലാവരും അങ്ങനെ സംഭവിച്ചതല്ലാന്ന്. പിന്നെ ഇതിന്റെ ബാക്കിൽ കളിച്ച പരനാറി ആരാന്നുള്ളത് അതും കൂടി കേട്ടോളൂ. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണ് വിട്. ഞാൻ പൈസ കൊടുക്കുന്നു പറഞ്ഞത് എങ്ങനെ കൊടുക്കുന്നല്ല, അവൻ എന്നെയും ഒരു ആവശ്യം പറഞ്ഞ് വിളിച്ചാൽ ഞാൻ കൊടുക്കാണ്ടൊന്നും നിൽക്കൂല എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ പൈസ വിട്, പൈസയുടെ വിഷയം വിട്, പൈസ വിട്. പൈസ ഒരാളുണ്ട്, ഞാൻ ഉണ്ടായിട്ട് കൊടുത്തു. ഓൻ ചോദിച്ചല്ല, ഓനെന്നെ ബുദ്ധിമുട്ടിച്ച് വാങ്ങിച്ചല്ല. ഞാൻ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. ഞാൻ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവനോടുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. അല്ലാതെ അവൻ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് വാങ്ങിയതൊന്നല്ല പൈസ, അല്ലെങ്കിൽ അവൻ എന്നെ പറ്റിച്ച് പൈസ വാങ്ങിയതല്ല എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. ഓക്കെ, അതിന് കൊടുത്തു എന്ന് പോലും പറയരുത്. ഞാൻ നിങ്ങളെല്ലാവരുടെയും പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ കൊടുത്തില്ല എന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാന്നറിയോ? ഞാനൊരു സൈക്കോവാ. ആളൊരു സൈക്കോ ആണെന്ന് പറയണേ, കോമഡിയാണ്. ഇതിപ്പോ ഇന്നും ഷീബയും കൂടെ പറയിപ്പിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലാതെ അവൻ എന്നോട് പൈസ വാങ്ങിക്കുന്നു ഒരു സ്ഥലത്തും ഞാൻ പറയൂല. ഇന്നും ഷീബയും കൂടിയും പറയിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലാതെ അവൻ എന്നെ പൈസ മേടിച്ചോന്ന് ഞാൻ ഒരു സ്ഥലത്തും പറയില്ലാന്ന്. അപ്പൊ ആരൊക്കെ ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആരൊക്കെ കൂടിയിട്ട് ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? പൈസ നമ്മളതായിരിക്കും, നമ്മളായിട്ട് വിളിച്ചു വരുത്തി കൊടുത്തത്. ഷിയാസ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്ത പൈസ. അപ്പൊ പണം വാങ്ങി പറ്റിച്ചതൊന്നല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഷിയാസ എടുത്തോ എന്ന് പറഞ്ഞാണ്ട് വിളിച്ചു വരുത്തി കൊടുത്തതാണെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അവനാണ് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച പൈസയൊന്നുമല്ല. പന്നികളൊക്കെ പറഞ്ഞിട്ടാക്കി എന്തൊക്കെയായിരുന്നു? ഭീഷണിപ്പെടുത്തി മേടിച്ചു, ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചു. അതേ സ്ത്രീയാണ് ആ കംപ്ലൈന്റ് കൊടുത്ത് അതേ സ്ത്രീയെ പറയുന്നത് അവരെന്നെ ഭീഷണിപ്പെടുത്തി മേടിച്ചോന്നല്ലാന്ന്. ഉള്ളിപ്പുണ്ടടാ നായിന്റെ മക്കളെ. പൈസ വാങ്ങിച്ച കഥ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ? ഞാനതില്ലാന്ന് പറഞ്ഞാൽ തീർന്നു. പൈസ വാങ്ങിച്ച കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവന്റെ മേത്ത് കയറണ്ട, ഞാനതില്ലാന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. എന്തൊക്കെയാ ഒരു മനുഷ്യനെ എത്രത്തോളം ഒന്ന് പറയാല്ല, ഇതൊക്കെ മനസ്സിലാക്കുക എല്ലാവരും. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിന്റെ ബാക്കിൽ കളിച്ച പരനാറി ആരാന്നുള്ളത് അതും കൂടി കേട്ടോളിട്ടോ. നീ തൊലിക്കാൻ വെറുതെ ഷിയാസെ, നീ നാറുവേ. നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത്, നീ പെണ്ണ് പിടിച്ച കേസിൽ നിന്റെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണ്. ഒരു ചെറ്റ അല്ലെ ഈ ഒരു അഖിൽമാരാന്ന് പറഞ്ഞാല് വെറും ചെറ്റ. അദ്ദേഹത്തിനെതിരെ വീഡിയോ ഇട്ട ഓരോ വ്യക്തികളും ഇന്ന് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണോ? പോ അല്ലെങ്കിൽ തിരുത്തി പറഞ്ഞാണ്ട് അറ്റ്ലീസ്റ്റ് തിരുത്തി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാണെങ്കിൽ തയ്യാറാണോ? എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ തന്നെ എടുത്ത് ചാടിയിട്ട് ഒരാളങ്ങട്ട് സമൂഹത്തിന് മുന്നിൽ വലിച്ച് കീറാൻ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നല്ലോ. ഇപ്പൊ തിരുത്തി പറയാൻ ഏതെങ്കിലും ഒരൊറ്റ തയ്യാറാവോ? ഈ വോയിസ് ഞാൻ ഈ ലേഡിയുടെ ഈ വോയിസ് ഇട്ടിട്ട് എല്ലാ മാധ്യമ ചാനലിലും ഞാൻ വെല്ലുവിളിക്കുക. ഒരൊറ്റ മാധ്യമ ചാനലിൽ ഈ ലേഡി പറഞ്ഞിട്ടുള്ള ഈ വോയിസ് ഇടാൻ തയ്യാറാണോ? എന്തുകൊണ്ടല്ല? നീയും ജീവനും കൂടി പറയിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. പിന്നെ അവർ പറയുന്ന അവരൊരു സൈക്കോ ആയത്. ഇത് ഇവരുടെ വോയിസ് തന്നെയാണോ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഇത് ഇപ്പം എന്നാ വേണേലും ആളെ കാണുന്ന വോയിസ് ഇടുന്നുണ്ട്. ഈ പുള്ളിയെ പറ്റി ഇപ്പോൾ ഈ വീഡിയോ ഇട്ടേക്കുന്ന ആളെ പറ്റി തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മതത്തെ പറ്റിയാണ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയൊരു വ്യക്തി എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഓരോ കമൻറ്റുകൾ വന്നാണ്.
അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് ഇപ്പോൾ വലിയ ന്യായീകരണം കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. അത് അറിയാൻ മേലത് ആരൊക്കെയോ വോയിസ് കേൾക്കാതെ അവരുടെ ഇതിൻ്റെ FIR-ൻ്റെ ഇത് അറിയാൻ മേലത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പീഡിപ്പിച്ചെന്ന്. ആ ഒരു ക്യാപ്ഷനോട് കൂടി വന്ന് ഷിയാസ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ അവരിതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് അവരെ പീഡിപ്പിച്ചിട്ടില്ല, അവരുടെ ഇഷ്ടത്തോടു കൂടി നടന്ന കാര്യങ്ങൾ തന്നെയാണ്, അവരെ സ്നേഹിച്ച് ചൂഷണം ചെയ്തതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ കോടതിയുടെ മുന്നിൽ ഒരു ഇതുണ്ട്, രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി അങ്ങനെ ഒരു ബന്ധം പുലർത്തി വെച്ച് നാളെ ഒരു ദിവസം വന്നു വെച്ച് പുരുഷൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ കേസ് നിൽക്കുകയില്ല. അതിന് അതൊരു കേസാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പീഡനത്തിനായിട്ടൊരു കേസ് എടുക്കാനോ പറ്റത്തില്ല എന്നുള്ളൊരു നിയമം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവർ ചൂഷണം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവർ കേസ് കൊടുത്തത്. ഇവരെ പൈസ, അതുപോലെ തന്നെ ഇവരെ പേടിപ്പിച്ച് പൈസ മേടിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇവർക്ക് കൊടുക്കാനുള്ള പൈസ തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഷിയാസ് അവരെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. പൈസ തിരിച്ചു തരാനായിട്ട് ആ വീഡിയോസ് പുറത്തു വിടുമെന്നും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരെ ഓരോന്നും വീഡിയോസ് കാണിച്ചിട്ട് പൈസ ചോദിച്ചെന്നല്ല പറഞ്ഞത്. പിന്നെ ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്, ഷിയാസിനെ പറ്റി ഓരോരുത്തരും പറഞ്ഞെന്ന് പറഞ്ഞു. ഷിയാസിൻ്റെ വോയിസ് കേട്ടിട്ടാണ് എല്ലാവരും പ്രതികരിച്ചത്. ഷിയാസ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ്. അതേങ്കിലും ഷിയാസിൻ്റെ വോയിസ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആ വോയിസ് ഷിയാസിൻ്റെ തന്നെയാണ്. ആ വോയിസ് മാത്രം പറയുന്നത്. ഷിയാസ് അത്രയും മനുഷ്യർ ഇതെടുത്ത് റിയാക്ട് ചെയ്യലായിരുന്നു. ഷിയാസ് അതിന് മുമ്പ് ഒന്നൊരു കാര്യം പറഞ്ഞായിരുന്നു, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്, ഞാൻ അവരെ പീഡിപ്പിച്ചു വന്നു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ, ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ എല്ലാ ആളുകളും എൻ്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്രയും ഇതിനകത്ത് ഷിയാസ് പറയുന്നത് ഷിയാസിൻ്റെ അമ്മയുടെ പ്രായമുണ്ടെന്നും അവർക്ക് ഏജ് ഉള്ളതാണെന്നും. ഷിയാസ് ആദ്യം പറഞ്ഞ കള്ളത്തരം തന്നെ അവർക്ക് 62 വയസ്സുണ്ടെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അവർക്ക് 45 വയസ്സേ ഉള്ളൂ. ഷിയാസ് പറയുന്ന എല്ലാം നുണകളാണ്. ഈ നുണകളായതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തത്. ഷിയാസ് പറഞ്ഞു അവർക്ക് അമ്മയുടെ പ്രായമുണ്ട്, ഇതാണ്, അവരുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, അവരും ഞാനും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, അവരെ ഞാൻ എൻ്റെ ഉമ്മായെ പോലെയാണ് കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഷിയാസ് ആദ്യം വന്നങ്ങ് വെളുപ്പിച്ചത്. ഈ വെളുപ്പീരിൻ്റെ പുറകെയാണ് ഈ വോയിസ് എല്ലാം പുറത്തോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അമ്മയോട് ഒരു മകൻ പറയുന്ന വാക്കുകളൊന്നും അല്ല അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അത് വീണ്ടും നമുക്ക് ഒന്നും കൂടെ അത് കേൾപ്പിക്കാൻ കൊള്ളുകയില്ല. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഏത് പറഞ്ഞ് തീരുമ്പോഴും അവസാനം പൈസയുടെ കാര്യത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഏതൊരു കാര്യം വന്ന് നിൽക്കുമ്പോഴും. അതുപോലെ തന്നെ ഷിയാസിനകത്ത് പറയുന്ന കാര്യമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചാലും നിൻ്റെ അടുത്തേക്ക് തന്നെ ഞാൻ വരും, നിനക്ക് റെസ്റ്റ് തരത്തില്ല, നിന്നെ തേടി വരും, ഞാൻ മരിക്കണം, നീയോ ഞാനോ മരിക്കണം, നമ്മൾ തമ്മിലുള്ള ബന്ധം തിന്നെങ്കിൽ നിനക്ക് കാര്യമില്ലെന്ന് എനിക്കറിയാം, എടി പൊടി വാടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അമ്മ ഏതൊക്കെയാലും അങ്ങനെയൊന്നും വിളിക്കുമല്ലോ, എടി പൊടി. പിന്നെ വേറെ ചില ഡയലോഗൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിൻ്റെ കാര്യത്തിൻ്റെ കൂടുതൽ ഇക്കോന്ന് വിളിക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. എന്നാ ഷീഷു നിങ്ങളുടെ വിളിച്ചാൽ മതി, അക്കൊന്ന് വിളിക്കുമ്പോൾ സംശയം വരും എന്നും പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ഫോട്ടോസിന് ലൈക്ക് ചെയ്യുന്നത്, ലവിൻ്റെ സ്റ്റിക്കർ ഇടുന്നു, അങ്ങനെ എന്നതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വൈഫ് തന്നെ വന്ന് പ്രതികരിച്ച കാര്യമുണ്ട്, പൈസയൊക്കെ മേടിച്ച് എനിക്കും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അവരും ഇട്ട് വോയിസ് ഒക്കെ പുറത്ത് കിടപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ പുറത്ത് കിടക്കുന്നിടത്ത് ഷിയാസ് മാന്യനാന്നും പറഞ്ഞുകൊണ്ട് വന്ന് വിളിപ്പിക്കാൻ വരില്ലേ? ഇത്രയ്ക്ക് വെല്ലുവിളിയൊക്കെ വേണ്ട, കുറച്ച് വെല്ലുവിളിയൊക്കെ ഒന്ന് ഒതുക്കുക. ഇത് ഭയങ്കര ഒരു വെല്ലുവിളിയായിപ്പോയി ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ അനുമോളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചൊരു കാര്യം പറയുന്നുണ്ട്, ആ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാവേ. കുറച്ച് കടമൊക്കെ ഒന്നുണ്ടോ? അനുമോൾക്ക് ഒരു 1,40,40,000 അനുമോൾക്ക് 1,40,40,000 ഇത് ഷിയാസിന്റെ സൗണ്ട് തന്നെയല്ലേ? ഷിയാസ് ഈ പറഞ്ഞ കാര്യം, ഇതിനെതിരെ അനുമോൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങൾ വീഡിയോ എടുത്ത് പറയാം. 1,40,000 ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനും ഇല്ല, തരാനും ഇല്ല. ഇക്കയുടെ കല്യാണമായ സമയത്ത് എനിക്ക് ഞാൻ 1 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇക്ക പിറ്റേ മാസം എനിക്ക് ഇട്ട് തരുകയും ചെയ്തു. അത് ഞാൻ അറിയാമല്ലോ, നമുക്ക് അറിയാവുന്ന നമുക്ക് അത്ര വിശ്വാസമുള്ള ആളാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. ആ സമയം കൊടുക്കും, അത്രയുള്ളൂ. അല്ല 1,40,000 കണക്ക് എനിക്കറിയുന്നില്ല. ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ഒരു ബ്രദർ, എനിക്ക് ചേട്ടന്മാരില്ല, എനിക്ക് സഹോദരന്മാരില്ല. ഇതിനകത്ത് അനു എടുത്ത് പറയുന്നുണ്ട് 1 ലക്ഷം രൂപ കൊടുത്തായിരുന്നു, 1,40,000 ഞാൻ കൊടുത്തിട്ടില്ല. കല്യാണ സമയം എന്ന സമയത്ത് 1 ലക്ഷം രൂപ കൊടുത്തു. ആ 1 ലക്ഷം രൂപ ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് കൊടുക്കുകയും ചെയ്തു. നമുക്ക് തന്നെ അറിയാം അനു ഷിയാസും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഒരു ആങ്ങളെ പെങ്ങൾ ബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവരുടെ അനു സ്റ്റാർ മാജിക്കിൽ എല്ലാവരുടെ അടുത്തും ഒരു കുഞ്ഞു പെങ്ങളെന്ന രീതിക്കാണ് അനു ഓടി നടന്നിട്ടുള്ളത്. എല്ലാവരുടെ അടുത്തും തങ്കച്ചനൊക്കെ ആയിട്ട് അത്രയും ഇതുണ്ടെന്ന് പറഞ്ഞാലും തങ്കച്ചനും ഒരു പെങ്ങളെ പോലെ തന്നെയായിരുന്നു, അനുവിന് തങ്കച്ചന് ചേട്ടൻ്റെ സ്ഥാനം തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് ഓരോ സീൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഓരോ പ്രണയവും കാര്യങ്ങളും ഒക്കെ അങ്ങ് എടുത്ത് ഇട്ടിരുന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഇവർ തമ്മിൽ പ്രണയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അനു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഷിയാസ് അനുവും കൂടെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ ഒന്നിച്ച് പോകുന്നു. അനു ഇതിനകത്ത് ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, അത് നമുക്ക് കേട്ടതിന് ശേഷം പറയാം.
ഷിയാസ്കയെ പറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഷിയാസ്ക എനിക്കൊരു 8-9 വർഷമായിട്ട് പരിചയമാണ്. ഈ ഇൻഡസ്ട്രിയിലുള്ള ആളും കൂടി ആയതുകൊണ്ട് സ്റ്റാർ മാജിക് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷവും ഷിയാസ്കേറ്റിന് ഇനാഗുറേഷൻസ് നിങ്ങളെ നമ്മൾ കാണുന്നില്ലേ പരസ്പരം, അതുപോലെയാണ് ഇനാഗുറേഷനൊക്കെ ഞാൻ ഷിയാസ്കയെ കാണുന്നത്. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളും വരുമ്പോഴാണ് ഞാൻ ഷിയാസ്കയെ കാണുന്നത്. അല്ലാണ്ട് ഷിയാസ്കയുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഷിയാസ്ക എവിടെ പോകുന്നു, ആരെ കോൾ ചെയ്യുന്നു, പിന്നെ ആരൊക്കെയാണ് ഫ്രണ്ട്സ്, പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഒന്നത്തെ കാര്യം ചോദിക്കാറില്ല. ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ എന്തെങ്കിലും വിഷമൊക്കെ വരുമ്പോൾ ഞാൻ ഇക്കട്ട് പറയാറുണ്ട്. അപ്പൊ അല്ലാണ്ട് ഇക്കയുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഞാനും ചോദിക്കാറില്ല, ഇക്ക എന്നോട് ഷെയർ ചെയ്യാറില്ല. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. ഇത് ഈ കാര്യമല്ല ഞാൻ പറയാൻ വന്നേ, ഇത് അനു ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ശരിയാണ്. അനുവിൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറിയെങ്കിലല്ലേ എനിക്ക് ആളെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റുള്ളൂ. അവർ വേറൊരു അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കാതെ തന്നെ എനിക്ക് അവരെ പറയാൻ പറ്റത്തില്ല. കണ്ടോ അതങ്ങനെ മോശക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ അനുഭവമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അനു പറയുന്നില്ല, അനുവിൻ്റെ കൂടെ വന്നിട്ട് അനുവിൻ്റെ അടുത്ത് ഒരു മോശം കാണിച്ചില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അങ്ങോട്ട് ചെല്ലുന്ന പോലെ ഇരിക്കും ചിലപ്പോൾ ഇങ്ങോട്ടും വരുന്നത്. നമ്മൾ അങ്ങോട്ട് ഒരു പുരുഷൻ്റെ എടുത്തിട്ട് എങ്ങനെ ചെല്ലുന്നു അതുപോലെ ആയിരിക്കും ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്ത് ഇങ്ങോട്ടും വരുന്നത്. അനുവിന് ഒരു ബ്രദറിൻ്റെ സ്നേഹമായിരിക്കും തോന്നിയത്, ആ ഒരു മൈൻഡായിരിക്കും അനു കാണിച്ചത്. അപ്പോൾ ഷിയാസിനും ആ ഒരു മൈൻഡായിരുന്നു എനിക്ക് അനുവിനോടുണ്ടായിരുന്നത്. മറ്റവരങ്ങനെയല്ല, അവർക്കല്ലാതെ ഒരു ഇഷ്ടമായിരുന്നു ഷിയാസിനോട്, ആ ബന്ധമായിരുന്നു അവർ തുടർന്നുകൊണ്ടിരുന്നത്. ഫാമിലി നോക്കണമെങ്കിലും നമ്മുടെ ഫാമിലി നോക്കണമെങ്കിലും കൂടുതലും ഗേൾസ് ആണ്, പിന്നെയുള്ളതിലെ കുഞ്ഞു മക്കളാണ്, അനിയന്മാരാണ്. അപ്പം എനിക്കൊരു മൂത്ത ചേട്ടൻ എന്നുള്ള ഇതിലാണ് ഞാൻ ഷിയാസ്ക മാത്രമല്ല ഞാൻ കാണുന്ന എല്ലാ ചേട്ടന്മാരെയും, സ്റ്റാർ മാജിക്കിലാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും ഇനി ഞാൻ ഏത് പ്രോഗ്രാം സീരിയൽ ചെയ്താൽ പോലും എനിക്കെല്ലാം ചേട്ടന്മാരാണ്, സഹോദരന്മാരാണ്. അപ്പോൾ എനിക്ക് ഷിയാസ്ക എന്ന് പറയുമ്പോൾ എനിക്കൊരു ബ്രദറാണ്. ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടു എന്നെ ഷിയാസ്കയെ വെച്ചിട്ട് കുറേ നെഗറ്റീവ് സംഭവം, അത് പറഞ്ഞിട്ട് ഇവരില്ലാത്ത ആൾക്കാരാണ്. അല്ല, ഇപ്പോൾ ആ വോയിസ് ഒക്കെ ഇറങ്ങിയതിന് ശേഷമാണ് കൂടുതലായിട്ട് ആൾക്കാർ അത്ര പേര് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളാണ് കൂടുതൽ ഇനോഗ്രേഷൻ എല്ലാവരും. അതെ, ഇനാഗ്രേഷൻ ഏറ്റവും കൂടുതൽ ഞാനും മിക്കയാണ് ചെയ്തിരിക്കുന്നത്. അതെ, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ചോദിച്ചാൽ അനുമോൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഷിയാസ്കയെ പറ്റിയോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പം എന്നോട് എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ ഞാൻ അങ്ങോട്ട് നിൽക്കും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ പുള്ളി എന്നോട് നിൽക്കും. എനിക്ക് ഇതുവരെ എൻ്റെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ നെഗറ്റീവ്. നിങ്ങളെല്ലാവരും കാണുന്നതാണ് ഞാനും ഒക്കെ തമ്മിലുള്ള ഇതെന്ന് പറയുമ്പോൾ. പുള്ളിക്കാരൻ എൻ്റെ ഒരു സിസ്റ്ററാണ് കണ്ടിരിക്കുന്നത്. മക്കളെ കാലത്തെ പറ്റി എനിക്ക് പറയാനില്ല, എനിക്കറിയത്തില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മൾ അങ്ങോട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത് തിരിച്ചൊരാൾ നിൽക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത രീതി പറയുന്ന ഒരു പ്രാവശ്യം വരുള്ളൂ. നമ്മൾ എന്തെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ അടുത്തിട്ട് ആവശ്യമായിട്ട് തോന്നിയ സ്വർത്താനം പറഞ്ഞിട്ട് വരികയില്ല. അപ്പം അനുവിനൊരു ആംഗ്ലം എന്നുള്ളൊരു ബന്ധം, ഇവർ സ്റ്റാർ മാജിക്ക് മുതലെയുള്ള പരിചയമാണ്. ഞാൻ പ്രോഗ്രാമൊക്കെ ഒരുപാട് കാണുന്ന ഒരാളായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെല്ലാം ഒരു ആംഗ്ലയും പെങ്ങളും ഒരു കൂട്ടുകാരെ പോലെയൊക്കെ ആയിട്ടാണ് അതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഞാനും കണ്ടൊരു കമൻറ്റ്, അനുവിനെയും ഷിയാസിനെയും ചേർത്തൊരു ഭയങ്കര മോശമായിട്ടൊരു കമൻറ്റ്, അത്രയും വൃത്തിയായിട്ട്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ അനുവിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് എന്നാണ് ആളെന്നുള്ളതും ഇതെങ്ങനെയാണ് പെരുമാറുന്നത് ബിഗ് ബോസിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനൊരു സ്വഭാവം എന്നാന്നുള്ളത്. അതുകൊണ്ട് ഒരാൾ ഇത് വന്നാൽ എടുത്തു ചാടി ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ആ ഒരാളിലേക്ക് പെട്ടെന്ന് ഒരു പ്രണയമോ അങ്ങനെയുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു വ്യക്തിയല്ല അനു എന്നുള്ളത് നമുക്ക് നല്ലപോലെ മനസ്സിലായിട്ടുള്ള. അനുവിനെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ കണ്ണിന് കണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഷിയാസും അനുവും കൂടെ ഉള്ള ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയതിനാണ് ഒരു ഭയങ്കര മോശമായിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ 2-3 എണ്ണം കണ്ട്. ഒരെണ്ണം ഭയങ്കര മോശമായിരുന്നു. അപ്പം അങ്ങനെ കമൻറ്റൊക്കെ ഇടുന്നതിനെ പറ്റിയാണ് അനു പറഞ്ഞത്. അത് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. ചിലരങ്ങനെയാണ്, ചില കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ വൃത്തിയായിട്ട് ഞാൻ വല്ല രേണുസുധിയുടെ കാര്യത്തിലാണെങ്കിലും ചില കമൻറ്റുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വായിക്കുന്നവരും കൂടെ തൊലി ഉരിഞ്ഞു പോകും. അതുപോലുള്ള കമൻറ്റുകളാണ്. അതേസമയം അത് എഴുതുന്നവർക്ക് ഇത്രയ്ക്ക് വെളിവില്ലെന്ന് ഇറക്കുന്നത്. ഇവർക്ക് അവരുടെ പ്രൊഫൈൽ വെച്ചായിരിക്കും ചിലപ്പോൾ അവർ ചെയ്യുന്നത്. അവരറിയുന്ന ആരെങ്കിലുമൊക്കെ അത് കാണത്തില്ലേ എന്ന് പോലും മൈൻഡ് ചെയ്യാതാണ് ചിലർ കമൻറ്റുകൾ ഇടുന്നത്. ഷിയാസിനെ പറ്റി വേറെ ആളോട് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അതൊന്ന് കേൾക്കാം നമുക്ക്. ഈ ഷിയാസ് കരീമിന്റെ കാര്യം എന്റെ അറിവ് ശരി. അപ്പം ഞാനും രാഹുൽ ഈശ്വരും ഷിയാസ് കരീമിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. ഷിയാസ് കരീമിന്റെ വക്കീലുമായിട്ട് ഇന്ന് സംസാരിച്ചു. അറിയാൻ പറ്റിയത് ഈ പറയുന്ന സ്ത്രീയും ഷിയാസ് കരീമിന്റെ ഫാമിലിയായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. അവർ തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഇതാണ്. ഇപ്പം ഇതിനകത്ത് വരുന്ന ഒരു സമയം ഒരു സൈഡിലുള്ള ഓഡിയോ മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ഇതിനൊക്കെ മറുപടി ഓഡിയോകളുണ്ട്, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഇപ്പോൾ എനിക്കൊന്നും അതെടുത്ത് സോഷ്യൽ മീഡിയ ഇടാനുള്ള ഒരു തൊലിക്കെട്ടിയില്ല. അതിനൊക്കെ മറുപടി ഓഡിയോസ് ഉണ്ട്. ഷിയാസ് അയച്ച ഓഡിയോക്കെല്ലാം അവർ മറുപടി അയച്ചിട്ടുണ്ട്. ആ മറുപടി ഓഡിയോസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പാളിച്ച വരുമ്പം പിന്നെ അതിന് ലൈംഗിക ആരോപണമായി മാറ്റി ഒരാളെ പെടുത്തുക എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള സംഭവമാണ്. അവർ തമ്മിൽ തന്നെ പറഞ്ഞു തീർക്കാൻ വരുന്നത് കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ നമ്മുടെ കോടതിയുടെയും പോലീസിൻ്റെയും വിലപ്പെട്ട സമയമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ വേറൊരാളുടെ ഇതുപോലെ വ്യാജമായ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ലോ സിസ്റ്റം എന്തോരം പൈസയാണ് ഇതിൻ്റെ പുറത്ത് നഷ്ടമെന്നറിയാം. പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, ഇയാളെ നോക്കാൻ പോകുന്നത്,
ഇയാളെ കൊണ്ടുവരാൻ പോകുന്നത്, ഇയാളെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നത്, മറ്റൊന്ന് മറിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് ആഘോഷം. ഈ ഇതിൻ്റെ തലവേദന മുഴുവൻ ഇവർക്കാണ്. അപ്പം അനാവശ്യമായി ഇതുപോലെ നമ്മളുടെ തന്നെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഇതുപോലുള്ള കേസുകളാണ്. ഇതിനകത്ത് നമ്മൾ ഷിയാസിൻ്റെ ഭാഗത്തുമല്ല ഈ ഇര എന്ന് പറയപ്പെടുന്ന അവരുടെ ഭാഗം. കാരണം ഇതിൻ്റെ അകത്ത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലായിരുന്നു. ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോൾ ഉണ്ടായ കേസാണ്. അത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഷിയാസിൻ്റെ ഒരു കാര്യത്തിൽ ഷിയാസിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യണം. ഷിയാസ് ഇതുവരെ ഷിയാസിൻ്റെ ഭാഗത്തുള്ള ഒരു ഓഡിയോ വീഡിയോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല അല്ലേ? ഷിയാസിനെ വേണമെങ്കിൽ അത് കവറപ്പ് ചെയ്യാനായിട്ട് അത് നല്ല കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ കേസിൽ പറയാനുള്ളത്. അത് ഷിയാസിന് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ കേസായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വോയിസ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരാണ് ഇതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ലേഡിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത കേസ് പിന്നെയും വഷളാകത്തേ ഉള്ളൂ. ഇവരെ വോയിസ് കേട്ട ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനത്തെ വോയിസ് ഒക്കെ അയച്ച് ഷിയാസ് അയക്കാലെ പറഞ്ഞതിന് ഒരു മറുവശം കാണും, ഇല്ലെന്ന് പറയുന്നില്ല, അതിനൊരു മറുവശം കാണും. അവരെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല. കാര്യം അവർക്ക് അത്ര ഏജുള്ളൊരു സ്ത്രീയാണ്, അവരുടെ പ്രായം അതിന്. ഷിയാസിൻ്റെ ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്നും എതിർത്തത്. എന്നാന്ന് ചോദിച്ചാൽ ഷിയാസ് അമ്മയെപ്പോലെ കാണുന്ന ഒരു സ്ത്രീയോട് ഇങ്ങനത്തെ വർത്തമാനങ്ങളാണോ പറയുന്നത് എന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തത്. അല്ലാതെ ഷിയാസ് ഇപ്പോൾ അവരായിട്ടൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലും ഷിയാസ് അവർ തമ്മിൽ ഒരു ഇടപാടുണ്ടെന്ന് പറഞ്ഞാലും ആർക്കും ഒരു വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം വെച്ചാൽ അതൊക്കെ ഒരു മനുഷ്യൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഷിയാസ് തന്നെയാണ് ആദ്യം വന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയെ പോലെ കാണുന്നതാണ്, മറ്റേതാണ് മറിച്ചത്, അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരിടത്തും കേസ് കൊടുത്തിട്ടില്ല. അത് പ്രത്യേകം ഇതിനകത്ത് പറയുന്നുണ്ട്, അവരെ പീഡിപ്പിച്ചെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ തന്നെയായിരിക്കും സംഭവം. ഷിയാസ് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഇച്ചിരി ഒന്ന് അകന്ന് കാണും. ആദ്യം കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമല്ലോ, കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ കേട്ടാണല്ലോ. നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, ഞാനില്ലാതെ നീ എനിക്ക് പറ്റത്തില്ല, മരിക്കുന്നതിന് വരെ ഞാൻ നിൻ്റെ കൂടെ കാണും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്ത് തോന്നിയ ഒരു ഇത് വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂടെ നീക്കുന്നൊരു ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നല്ലൊരു ഇതാകുമ്പോഴത്തേക്ക് പഴയ കാര്യങ്ങളൊക്കെ ചിലരൊക്കെ അങ്ങ് മറക്കും. അവരുടെ കൂടെ ആ ഒരു ജീവിതത്തോട് അവരങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും. അപ്പോൾ ഷിയാസ് വൈഫുമായിട്ട് നല്ല ഹാപ്പി ആവുന്നു, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നല്ല കുട്ടിയായി, ആ കുട്ടിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് എവിടെയൊക്കെ ഒരു ഇത് തോന്നിക്കാണും. ഇനി ഷിയാസിന് കിട്ടുകയില്ലേ, ഷിയാസിൻ്റെ വഴിക്ക്, അല്ലെങ്കിൽ ഷിയാസ് തിരക്കായപ്പോഴത്തേക്ക് ഇവർ കോൾ എടുക്കാതിരുന്ന് കാണും. അതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കണല്ലോ. അവർ തന്നെ ഇപ്പോൾ ആ ഒരു വോയിസിനകത്ത് പറയുന്നുണ്ട് അവരൊരു സൈക്കോയാന്ന്. ചിലപ്പോൾ ആ സൈക്കോത്തരമായിരിക്കും അവരിപ്പം ഈ കാണിച്ചത് മൊത്തം, ഈ കേസ് കൊടുത്തതും ഈ വോയിസ് എല്ലാം പുറത്ത് വിട്ടതും. പിന്നെ ഷിയാസിൻ്റെ വോയിസ് വന്നതിന് എല്ലാവരുടെയും മെക്കിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. കാര്യം വെച്ചാൽ ഷിയാസിൻ്റെ വോയിസ് അത് കറക്റ്റുള്ള വോയിസ് തന്നെയാണ്. ആ വോയിസ് എടുത്താണ് എല്ലാവരും പ്രതികരിച്ചത്. അല്ലാതെ വേറൊന്നുമല്ല. ഷിയാസ് പറയുന്നത് പൈസ മേടിച്ചതിലോ അല്ലെങ്കിൽ അവർ ഷിയാസിന് കൊടുത്തല്ലോ, ഇതൊന്നും ഈ ലോകത്ത് നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അവരൊരു കൊച്ചു പെണ്ണല്ല, കൊച്ചു പെണ്ണിനെ പോയി ബ്രെയിൻ വാഷ് ചെയ്ത് കല്യാണം കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല. അവർ തമ്മിൽ അല്ലാതെ ഒരു ബന്ധമായിരുന്നു. അവർക്കും ഉണ്ട് കുട്ടികൾ. അവർക്ക് എന്നിട്ട് അതിനകത്ത് ഇദ്ദേഹം തന്നെ വേറൊരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവരുടെ ഇപ്പോഴത്തെ കാമുകനുമായിട്ട് അവർ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ കിടന്നങ്ങ് വിരകുന്നുണ്ട്. അവരുടെ കുറേ വീഡിയോസ് ഷിയാസിൻ്റെ കല്യാണ സമയത്ത് അവർ കൂടെ ഉള്ളത് അങ്ങനെയൊക്കെ അവരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ പബ്ലിക്കിലേക്ക് വിട്ടിട്ടുണ്ട്. എനിക്കറിയാമല്ലോ ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്ത് വിടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇനി എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. എന്നതാണേലും വന്ന് പറച്ചിൽ കേട്ടത്തൊന്നും മീഡിയക്കാർ ഷിയാസിൻ്റെ വീട്ടിൽ ചെന്ന് ഷിയാസിൻ്റെ മൊബൈലിനകത്തൊന്ന് ഈ വോയിസ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഷിയാസ് അറിയാതെ എന്നിട്ടങ്ങ് ഇട്ടതാണ്. ഇത് ഷിയാസ് വിട്ടതല്ല, ഈ പോയ ഒരു ന്യൂസ് ചാനലുകാരോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നവരോ ആരും എടുത്തിട്ടൊന്നുമില്ല, അവർ തന്നെ ഇട്ട് കൊടുത്താണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ വോയിസ് ഒന്നും പുറത്ത് വിടല്ലായിരുന്നു. ഷിയാസിനെതിരെ ഒരു കേസ് വന്നു എന്ന് മാത്രമേ പുറത്ത് വരുവുള്ളായിരുന്നു. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും പുറത്ത് വരത്തില്ലായിരുന്നു. സാമ്പത്തിക ഇടപാട് എന്ന് മാത്രമേ വരുള്ളായിരുന്നു. അവർ എന്നതിനാണ് ഈ വോയിസ് എല്ലാം എടുത്ത് പുറത്തിട്ട്, അതും കേൾക്കാൻ കൊള്ളാവുന്ന വോയിസ് വല്ലതും ആണോ ഇട്ടത് പുറത്തോട്ട്? ഒരിക്കലുമല്ല. എല്ലാം നമ്മൾ അടിച്ച് വേണം അങ്ങോട്ട് വിടാനായിട്ട്. അല്ലാതെ അത് ഡയറക്റ്റായിട്ട് ആരും കേൾപ്പിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്ന വോയിസിനകത്ത്. അതങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരത്ര വലിയ ഷിയാസിനോട് അങ്ങ് ആത്മാർത്ഥ പ്രണയവും ആത്മാർത്ഥ ഇഷ്ടവും ഒക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവരത് പുറത്ത് വിടില്ലായിരുന്നു. അവർ പുറത്ത് വിട്ടെല്ലാം കഴിച്ച് ഇപ്പം ഇങ്ങനെ ഒരു വോയിസും കൊണ്ട് വരുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. പിന്നെ ഷിയാസിനെ വെളുപ്പിക്കുന്നവർക്കും ഇത് കൊണ്ടുവന്ന് വെച്ച് മറ്റുള്ളവരുടെ പുറത്ത് കുതിര കയറേണ്ട യാതൊരു കാര്യവും ഇല്ല. ഷിയാസ് തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അവരെ പീഡിപ്പിച്ചെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഷിയാസ് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് തിരിച്ച് ചോദിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവരുടെ ഏജ് പറഞ്ഞത് അവർക്ക് എൻ്റെ 45 വയസ്സും കണ്ടേ ഉള്ളൂ. അതിന് അവരെ പറഞ്ഞ് 62 വയസ്സുള്ളൊരു എൻ്റെ ഉമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയാണ് അവർ. അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമോ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വലിയ പുണ്യാളം ചമഞ്ഞ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടതിൻ്റെ പുറകെയാണ് ഈ വോയിസ് അല്ലെങ്കിൽ വന്നത്. അതാണ് എടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തത്, അതേ ഉള്ളൂ. എന്നാണേലും ഇങ്ങനെയുള്ള ഈ നാറ്റക്കേസൊക്കെ ഒന്ന് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒതുക്കി തീർക്കാം. പിന്നെ പോലീസുകാരുടെ ഓട്ടത്തെ പറ്റി പറയേണ്ട കാര്യം, നമ്മുടെയൊക്കെ നികുതി പണം തന്നെയാണ് അവരുടെ ശമ്പളം. ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നികുതി അടച്ചതായിട്ട് അവർക്ക് ശമ്പളമായിട്ട് ചെല്ലുന്നത്. അതിൽ കാര്യമൊന്നുമില്ല. നിസ്സാര കാര്യമായിരുന്നു. ഇവർ ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക് ഇത്രയും നാറ്റിക്കാതിരിക്കായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ട്, ഒരു കുഞ്ഞായി, അങ്ങനെ ചിന്തിച്ച് പിന്നെ ഈ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി കാണിക്കുകയില്ലായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടിക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയില്ലായിരുന്നു. ഈ ഭയങ്കരമായിട്ട് ആത്മാർത്ഥത സ്നേഹിച്ച് അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവരെന്തോ ഒരു സൈക്കോ എന്ന് തോന്നുന്നു. അവർ ആ വോയിസിൽ നിന്ന് കേട്ട് അവർ തന്നെ അവരുടെ വോയിസ് ആണെങ്കിൽ
അതുകൊണ്ട് ഇവർക്ക് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഇവർ വിഷയം ഉണ്ടാക്കി, അത് തന്നെയുള്ളൂ. അതെടുത്ത് എന്നതാ നമുക്ക് കിട്ടിയ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. എന്നാണേലും ഷിയാസിനെ പറ്റി വേറെയുള്ളൊരു കാര്യം പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഷിയാസ് കരീമുമായുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലും മെയിൻ ചാനലിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കുറെ ഓഡിയോ റെക്കോർഡ്സ് വന്ന് അപ്പം താങ്കൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഷിയാസ് കർമ്മ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെന്നും തിരിച്ചു വരുന്നു. എന്നാൽ ശരിക്കും അങ്ങനെ ഒരു ഷിയാസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ കർമ്മയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അനസായിട്ട് കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് ഷിയാസ് കരീം ഇതുപോലെ തന്നെ ഒരു ലേഡിയുടെ കേസ് തന്നെയാണ്. അവർക്ക് അവരുടെ നിന്ന് ഫണ്ട് വാങ്ങിച്ച സീനിൽ തന്നെ അവർക്കിട്ട് തിരിച്ചു പണിയാൻ വേണ്ടിയിട്ട് ആദ്യം അനസിനോട് വന്ന് സംസാരിക്കുകയും, അനസ് അന്ന് പൊള്ളാച്ചിയിൽ വെച്ചിട്ടാണ്. അനസ് അത് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ അവരുടെ ആദ്യം ഒരു ഫോൺ കോൾ ചെയ്തു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഷിയാസ് കുറച്ച് ഫണ്ട് ഫണ്ട് വാങ്ങി വാങ്ങിയ ഷിയാസ് എന്ന് പറഞ്ഞൊരു ചുരിദാറുകളിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് പുറകെ പോകും. അത് പൊതുവായിട്ട് അന്വേഷിച്ച് അറിയാൻ പറ്റും. ഒരുപാട് പെൺകുട്ടികൾക്ക് കുറെ കേസുകൾ വന്നിട്ട് പക്ഷെ പലരും അദ്ദേഹം രക്ഷപ്പെട്ടു. പലരും പറയാൻ മേടിച്ചിട്ടുള്ള ഒരു ഇതാണ്. കാര്യം പുറകിൽ കുറെ ഗുണ്ടായ സംഘങ്ങളുണ്ട്. ഇപ്പം ഭീഷണിപ്പെടുത്തലൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ അത് പൊള്ളാച്ചിയിൽ വെച്ച് അങ്ങനെ പറയുകയും പിന്നെ അത് അനസ് നടക്കുന്ന സമയത്ത് ഷിയാസ് എന്നെ വിളിച്ച്, ഞാൻ ദുബായിൽ വെച്ചിട്ട് അനസും ഷിയാസ് ഒരുമിച്ചിട്ടുണ്ടെന്നുള്ള സമയത്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഷിയാസിനെ ഫോൺ വിളിച്ചായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയില്ല, ഇവൻ്റെ എടുത്തില്ല, ഫോൺ എടുത്തില്ല. അതിനുശേഷം ഒന്ന് ഷിയാസിനെ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ എടുത്തിടുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് ഷിയാസ് സംഭവിച്ചിട്ടുള്ള വാർത്ത ന്യൂസിൽ വന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീമിന്റെ കാര്യം പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഒളിവിൽ പോട്ടിനെ തന്നെ പിടിക്കാനും സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റയിൽ 2 പെൺപിള്ളേരെ ഫോട്ടോ മെസ്സേജ് ചെയ്യാൻ എവിടെ പോയാലും അതിലേക്ക് തിരിച്ച് മെസ്സേജ് അയക്കും. ഇതിൽ ഇദ്ദേഹം പറയുന്നത് ഷിയാസ് ഒളിവിലാണെങ്കിൽ ഇൻസ്റ്റയിൽ ഏതെങ്കിലും ഒരു പെൺപിള്ളേരുടെ ഫോട്ടോ വെച്ച് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഷിയാസ് അത് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത്. അത്രയ്ക്കൊരു കോഴി എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇതിനു മുമ്പും അത് നമ്മൾ കണ്ടാണ്, ഏതോ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു, ഷിയാസ് പറഞ്ഞ കള്ളക്കേസായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ പറ്റിച്ചു, പൈസ മേടിച്ചു എന്നും പറഞ്ഞാൽ അതും ഇതൊക്കെ തന്നെയായിരുന്നു, പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു അതും കേസൊക്കെ വന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം ആരാന്ന് എനിക്കറിയില്ല കേട്ടോ, ഷിയാസിൻ്റെ ഫ്രണ്ടോ വല്ലതും ആയിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ എന്നേലൊരു പരിചയം കാണില്ല, പിന്നെ ഇത്രയും ക്ലിയർ ആയിട്ട് പറയില്ല ഒരാളെ പറ്റി ഇങ്ങനെ ഇതായിട്ട് പറയുന്നത്. ഒളിവിലാണെങ്കിൽ ഒരു ഇൻസ്റ്റയിൽ ഏതെങ്കിലും ഒരു പെൺപിള്ളേരെ കൊണ്ട് മെസ്സേജ് ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ പുള്ളിന് റിപ്ലൈ തരും എന്നാണ് പറയുന്നത്. പിന്നെ അതാ ഷിയാസ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഷിയാസിനെ പറ്റി ഇങ്ങനെ ഒരു ധാരണയില്ലായിരുന്നു കേട്ടോ. ഉള്ള സത്യം പറയാം, സ്റ്റാർ മാജിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഒത്തിരി കളിയാക്കി വെച്ച് ഇവരെയും പിന്നെ ബാസ്റ്റിനോ ആ പുള്ളിക്കാരനെ ഇപ്പോൾ ഈ ഇടയ്ക്ക് കല്യാണം കഴിയാം, പുള്ളിക്കാരനെയും കൂടി ഇട്ട് ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ ഓർക്ക് 2 സത്യം പറഞ്ഞാൽ പൊട്ടു പിടിച്ചതാണല്ലോ ഇവരെ രണ്ടിനെയായിട്ട്. അന്നും അതിനകത്ത് ഒരു കോഴി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് നമ്മളൊരു തമാശയായിട്ടായിരുന്നു എടുത്തത്. പക്ഷേ അതിനകത്തൊക്കെ നമ്മൾ ഓർക്കുന്നത് ഷിയാസൊക്കെ ഭയങ്കര കാര്യാനുമൊക്കെ ആണെങ്കിലും കൂടെ പോകുമ്പോഴാണ് നല്ല കാര്യത്തിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറയും അവർക്ക് നല്ലൊരു ആംഗ്ലയുടെ ഒരു ഇതിട്ട് നല്ലൊരു സ്വഭാവമാണല്ലോ എന്ന് പറയും. എല്ലാവരും ഇട്ട് ആദ്യത്തെ ഒരു വിഷയം വന്നപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ചുമ്മാതായിരിക്കും, ഇപ്പോൾ ഉണ്ടല്ലോ എങ്ങനെ ചുമ്മാ നിസ്സാര കാര്യങ്ങൾക്ക് അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വിഷയം ഉണ്ടാക്കുന്നത്, അങ്ങനെയെങ്കിലും ആയിരിക്കും എന്നായിരുന്നു അത് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതും കൂടെ ഒക്കെ കേട്ട് വോയിസൊക്കെ പുറത്ത് വന്നപ്പോഴത്തേക്ക് എന്നാന്നൊക്കെ ഏകദേശം ഒരു ധാരണ നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ കാണുന്നൊന്നുമല്ല. അതുപോലെ തന്നെ ഷിയാസിനെ പറ്റി ഒരു പുള്ളിക്കാരി പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കുറച്ച് കേട്ട് നോക്കാം. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ പുള്ളിക്കാരനോട് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചതുമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല അല്ലേ പുള്ളിക്കാരന് 60-70 ഒക്കെ കിട്ടത്തോളൂ. മാസ്ക് ഇട്ട് പറ്റിച്ചു. 28-30 പറഞ്ഞ് പറ്റിച്ചായിരിക്കും. പക്ഷെ എനിക്കോട് അത് ട്രാപ്പാണോ? നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളല്ലേ ഇവരുടെ ഒക്കെ ദൈവമായിട്ട് ഇവർ നിൽക്കുന്നത്. നമ്മളിതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ പറ്റിയത് അവര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, ഒരു നല്ല ബന്ധത്തിലായിരുന്നു. അതിന് കൊടുക്കൽ വാങ്ങലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് എന്തുമാവാം, പല കൊടുക്കൽ വാങ്ങലുകളുണ്ട്. പിന്നെ അത് പിണങ്ങിയപ്പോൾ അത് വലിയ ഇങ്ങനെയായി. പക്ഷെ ഇത് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള സംഭവമല്ലേ? ഓക്കെ, ഇവർ പറഞ്ഞത് ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സംഭവമാണ്. അവരിപ്പോഴും ഒരു ബന്ധം കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നില്ലെന്നില്ല. പിന്നെ ഇവരുടെ ഞാൻ ഫോട്ടോ കണ്ടു കേട്ടോ, അവർക്ക് അത്ര പ്രായം തോന്നില്ല. ഈ 45 വയസ്സെന്ന് പറഞ്ഞാൽ അത്രയൊന്നും അവരെ കണ്ടാൽ തോന്നത്തില്ല. അവിടെയും അവരെ അപമാനിക്കുകയാണ്, മാസ്ക് ഒക്കെ ഇട്ട് ഷിയാസിനെ പറ്റിച്ചെന്ന്. അയ്യോ പൊട്ടൻ, ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ പറയാതെ മാസ്ക് ഒക്കെ ഇട്ട് പറ്റിച്ചതാണ് ഷിയാസിനെ. അവരുടെ ബന്ധുവാണ്, ഷിയാസിൻ്റെ ബന്ധുവാണ്. അവരുടെ കല്യാണത്തിന് വന്നേക്കുന്ന ഒരു മാസ്കും വെക്കാതാണ് അതുവഴി നടന്നിട്ടുള്ളത്. അത്രയൊക്കെ ഉള്ള ഒരാളെ പറ്റി ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും കൂടി ചെയ്തപ്പോഴായിരിക്കാം വീണ്ടും ഉള്ള അടുത്ത വോയിസുകളൊക്കെ പുറത്തോട്ട് വന്നത്. എന്നാണേലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് കിട്ടുന്നവരെടുത്ത് വെച്ച് ഇതാക്കുന്നത്. ഷിയാസിൻ്റെ ഒരൊറ്റൊരു വീഡിയോയിലാണ് ഇപ്പോൾ ഇത്രയും ഒരിത് ഇവരൊക്കെ ഈ പറയുന്നത്. ഞാനും ഒന്ന് പറഞ്ഞില്ലേ 62 വയസ്സുള്ള അവരുമായിട്ട് ഷിയാസ് അങ്ങനെ ഒരിതോ എന്നൊക്കെ ഓർത്ത് നമ്മളും അങ്ങ് ആ ഒരു ഏജ് വെച്ചാണ്. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് എത്തുന്ന കമൻറ്റ് വന്നായിരുന്നു 62 അല്ല അവർക്ക് 45 വയസ്സേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട്. അതാ പറഞ്ഞത്, വായി വരുന്ന ഓരോന്നും വിളിച്ച് പറഞ്ഞ് സ്വന്തമായിട്ട് തന്നെ പണി മേടിച്ച് കെട്ടി മൊത്തത്തിൽ നാറിയിരിക്കുകയാണ്.
എന്നാൽ ഈ ഒരു വോയിസ് കേട്ടപ്പോഴത്തേക്ക് ഇതൊന്നും ഇടണമെന്ന് വിചാരിച്ച് അവരെ ഞാൻ ന്യായീകരിക്കുമല്ലോ കേട്ടോ, ഒട്ടും ഞാൻ ന്യായീകരിക്കുന്നില്ല അവരെ. കാര്യം അവർ കൊച്ചു കൊച്ചല്ല, 10-45 വയസ്സുന്ന സ്ത്രീയാണ്, ഷിയാസിനേക്കാൾ ഏജ് ഉള്ളതാണ്. അവർ ഇങ്ങനെ അവരുടെ പറച്ചിലിൽ തന്നെ അവർക്ക് ഷിയാസിനോട് എപ്പോഴും ഭയങ്കര ഒരു ഇഷ്ടമുള്ള രീതിക്കാണ് അതിനകത്ത് നമുക്ക് വോയിസ് കേട്ടിട്ട് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഷിയാസിന് ഞാൻ പൈസ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ആർക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ കൊടുത്ത് പെറ്റീഷനകത്തുണ്ടെന്ന് തോന്നുന്നു ഇത്ര ലക്ഷം രൂപ മേടിച്ചെന്നുള്ളത്. അതവർക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. വാഗോണ്ട് അവർക്ക് പബ്ലിക്ക് വന്നിച്ച് ഇങ്ങനെ പറയാം പൈസയുടെ വിഷയം എനിക്കിതല്ല എന്ന് പറയാം. പക്ഷേ ആ ഒരു വോയിസ് ആ ഒരു പരാതി കൊടുത്തേക്കുന്നതിനകത്ത് ഈ പൈസയുടെ കേസ് കിട്ടും വെച്ചിട്ടുണ്ട്. അതിന് മറുപടി ഒന്നുമില്ലേ? എൻ്റെ ആണെങ്കിലും എല്ലാം കൊള്ളാം. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മൾ ഈ ബിഗ് ബോസിൽ പോയിട്ടുള്ള മിക്കതിൻ്റെ പണി ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം സജിനയുടെയൊക്കെ ആ ഒരു കേസിട്ട് അവരും ബിഗ് ബോസിൽ പോയതാണ്. ആ ഒരു കേസിൽ ഇങ്ങനെ ഓരോന്ന് മനുഷ്യർ അതിൽ പുറക്ക് എല്ലാത്തിനും 7-ൻ്റെയും 100-ൻ്റെയൊക്കെ പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ സബ് ചെയ്യാനും മറന്നേക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.